നമസ്കാരം. വികളിൽ നമ്മൾ ഏറ്റവും അധികം കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ് വൺ പെഡൽ ഡ്രൈവിംഗ്. എന്താണ് ഈ വൺ പെഡൽ ഡ്രൈവിംഗ്? ഒറ്റ പെഡൽ കൊണ്ട് നമുക്ക് വിയെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? സാധാരണ മാനുവൽ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ വണ്ടിയെ നിയന്ത്രിക്കുവാൻ ക്ലച്ച് ഉണ്ടാവും, ആക്സിലറേറ്റർ ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും. വികൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇതാ 5 പെഡലുകൾ കണ്ടില്ലേ, 2 പെഡലുകളാണ് നമുക്കുള്ളത്, ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലറേറ്ററും. പിന്നെ എങ്ങനെ വൺ പെഡൽ ഡ്രൈവിംഗ് സാധ്യമാകും? അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ സ്റ്റിയറിങ്ങിനടിയിലുള്ള 2 ഷിഫ്റ്റേഴ്സാണ്. ഇടതുവശത്തും അതുപോലെ തന്നെ വലതുവശത്തും ആയിട്ട് 2 പാഡിൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ ഷിഫ്റ്റേഴ്സിനെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രേക്ക് പെഡൽ അതിൻ്റെ ഉപയോഗം കുറച്ച് വൺ പെഡൽ ഡ്രൈവിംഗ് വികളിൽ സാധ്യമാകുന്നത്. എന്താണ് ഈ പെഡലുകളുടെ ഉപയോഗം? നമുക്കറിയാം, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്. അത് ഡിസ്ക് ബ്രേക്ക് ആവട്ടെ, ഡ്രം ബ്രേക്ക് ആവട്ടെ, നമ്മൾ കേട്ടിട്ടുള്ള വലിയൊരു വാചകമുണ്ട്. എന്താണ്? ഊർജത്തെ നമുക്ക് സൃഷ്ടിക്കാനും സാധിക്കുകയില്ല, നശിപ്പിക്കുവാനും സാധിക്കുകയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ വണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഡിസ്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ബ്രേക്ക് പാഡുകൾ ഡ്രമ്മോ അല്ലെങ്കിൽ ഡിസ്കോ ആയിട്ട് ഉരസി ആ വേഗതയെ നമ്മൾ താപോർജ്ജമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ടാണ് വണ്ടിയുടെ വേഗത നമ്മൾ കുറയ്ക്കുന്നത്. ഇവിടെ ഈ റീജനറേഷൻ അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ താപമായിട്ട് നഷ്ടപ്പെടുത്താതെ വണ്ടിയുടെ വേഗതയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് വിയുടെ ബാറ്ററിയിലേക്ക് വഴിതിരിച്ചു വിടുന്നു. അപ്പോൾ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. അതേസമയം വണ്ടിയുടെ വേഗത നമുക്ക് ഫലപ്രദമായിട്ട് കുറയ്ക്കുവാനും സാധിക്കുന്നു. അപ്പോൾ ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വൺ പെഡൽ ഡ്രൈവിംഗ് എന്നുള്ള ആശയത്തിൽ